السلام عليكم ورحمة الله وبركاته. محل جزء الثاني كتاب البيع. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. ما بعد. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ ബൈയിൻ്റെ കാര്യങ്ങളാണ്. കാണണം അല്ലേ? ഒരു സാധനം വാങ്ങുമ്പോൾ കാണണം എന്നാ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. കാണൽ എപ്പോൾ കാണണം? പകർച്ചയാവാത്തത് കച്ചവടത്തിൻ്റെ മുമ്പായിട്ട് കണ്ടാൽ മതി എന്നാണ്. ഒരു ദിവസമോ 2 ദിവസമൊന്നും കഴിഞ്ഞാൽ പകർച്ചയാവാത്തത് കച്ചവടം ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് എന്തായാൽ മതി, കണ്ടാൽ മതി. ഇപ്പോൾ കണ്ണ് കാണാത്ത ആൾക്ക് എന്താവില്ല, കച്ചവടം ചെയ്യാവൂല. അപ്പോൾ അയാൾ വേറെ ആരെയും ഏൽപ്പിക്കണം വാങ്ങാൻ എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ച കഴിഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് തക്ഫി റുയ്യത്ത് ബഅ്ലുൽ മബീൻ. ബഅ്ലുൽ മബീനെ കണ്ടാൽ മതി, ഫുള്ള് കണ്ടോളണമെന്നില്ല, ബഅ്ല് കണ്ടാൽ മതി. ഇപ്പോൾ കടയിലൊക്കെ ചെന്നാൽ കാണാം, അരി ഒരു ചെറിയൊരു പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ച് കാണാം. ഏതരിയോ വേണ്ടത്? ഇതോ പാലക്കാടൻ മട്ട, ഏത് ഐറ്റംസാന്നുള്ള ഏതാണ് അത് ബഅ്ലേ കാണുള്ളൂ. ഫുള്ള് നമ്മൾ ഒരു ചാക്ക് എടുക്കുകയാണെങ്കിൽ ചാക്ക് ഒന്നായിട്ട് കാണില്ല. ഒരു ചാക്ക് എടുക്കുകയാണെങ്കിൽ സൂചിച്ചുകൊണ്ട് ദിവസം എന്താക്കും, എടുത്തു കൊടുക്കും. അപ്പോൾ ആ ബഅ്ല് കണ്ടാൽ മതി. ഈ മതിയാകും റുയ്യത്ത് ബഅ്ലുൽ മബീൻ്റെ അല്പം കണ്ടാൽ മതി. എപ്പോ ഇന്തല്ല അല ബാക്കിൻ്റെ മേലിൽ ഇത് അറിയിച്ചാൽ അതേമാതിരി സാധനമാണല്ലോ അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ള മനസ്സിൽ കണ്ടാൽ എന്താക്കാം, കുറച്ച് കണ്ടാൽ മതി. കലാഹിരി സുബുറത്തി അല്ലേ? ഒരു കൂമ്പാരം അങ്ങനെ കാണുന്നുണ്ട്, ആ കൂമ്പാരത്തിൻ്റെ പുറം അങ്ങനെ ഉള്ളൊന്നും നമ്മൾ കാണുന്നില്ല. ലാഹിരി സുബ്ര, കൂമ്പാരത്തിൻ്റെ ലാഹിർ പോലെ, പുറംഭാഗം പോലെ. മിനൽ ഹിന്ദത്തി, കോതമ്പത്തിനാലും, ഷൈരി യവത്തിനാലും, ജൗസി അണ്ടി, അക്രോട്ടണ്ടി, തേങ്ങ, ഇങ്ങനത്തെ പോലത്തെ സംഗതികളൊക്കെ ഉണ്ട്. ലോസ് കടല, അക്രോട്ടണ്ടി, ഷയവം, കോതമ്പത്തിൻ്റെ ഓരോ കൂമ്പാരം അങ്ങനെ ഉണ്ട്. ആ കൂമ്പാരത്തിൻ്റെ പുറംഭാഗം കണ്ടാൽ മതി. വൈരി അതല്ലാത്തതും ഇപ്പോൾ 2-3 നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞു? ഷൈർ പറഞ്ഞു, ജൗസ് പറഞ്ഞു, ലൗസ് പറഞ്ഞു. വൈരി അതുകളല്ലാത്തതും മിമ്മ ഒന്നിനാൽ, അൽ ഗാലിബു കൂടുതലും, അല്ല യഖ്തലിഫു അജ്ദാ വ്യത്യാസമായിരിക്കലാണ് കൂടുതലുള്ളത്. ആ കണ്ടമാതിരി തന്നെ എല്ലാം ആവല് സാധാരണയിൽ. മിമ്മ ഒന്നിനല്ല ഗാലിബു സാധാരണയിൽ, അല്ല യഖ്തലിഫു അജ്ദാവിൻ്റെ അജ്ദാൽ വ്യത്യാസമാവാതിരിക്കലാണ്. അങ്ങനത്തെ ഒന്നിൻ്റെ പുറംഭാഗം കണ്ടാൽ മതി. വലാ ഖിയാറ ലഹു ഇദാ റഅൽ ബാത്തിന. പിന്നെ കേട്ടോ, വലാ ഖിയാറ ലഹുവിന് ഖിയാറില്ല, കച്ചവടത്തിൽ ഖിയാറില്ല. എപ്പോ? ഇദാ റഅൽ ബാത്തിനെ കണ്ടാൽ. ഇല്ല ഇദാ ഖാലഫ ലാഹിറിനോട് എതിരായല്ലാതെ. ഇപ്പം ഈ പുറം കണ്ടു, പുറം കണ്ട മാതിരി തന്നെ ഉള്ളു. എന്നാലും എന്താക്കാൻ പറ്റൂല, കച്ചവടം ചെയ്യാൻ പറ്റൂല, ഖിയാറില്ല. വാങ്ങിയ തന്നെ. പക്ഷേ ഉള്ളും പുറം വ്യത്യാസം ഉണ്ടെങ്കിൽ വെച്ച് കേട്ടോ. ഇല്ല ഇതാ ഖാലഫല്ലാഹിറ, ഈ പുറത്തിനോട് എതിരായാലും വെച്ച് ഉള്ളു കേട്ടോ. ഉള്ളു കണ്ട് എഴുതിയാണ്ട് എന്താക്കണ്ട, ഖിയാറില്ല. ഉള്ളു ഖിയാറുണ്ടപ്പോ പുറത്തിനോട് എതിരായാലുള്ളു, പുറത്തും കണ്ട മാതിരി എല്ലാം ഉള്ളു. അപ്പോ എനിക്ക് ഖിയാറില്ല. ഇതാ അൽ ബാത്തിനെ കണ്ടാൽ. എപ്പോഴല്ലാതെ ഇല്ല ഇതാ ഖാലഫല്ലാഹിറ, പുറംഭാഗത്തിനോട് എതിരായാലോചിച്ച് കേട്ടോ. ഉള്ളു കണ്ടപ്പോ പുറം കണ്ട മാതിരി അല്ല. ഇങ്ങനെ ആകുമ്പോൾ എന്താക്കുക, എനിക്ക് വേണ്ട, ഞാൻ കണ്ട ആ സാധനം ഉള്ളത് എന്ന് പറയാം. ബിഖിലാഫി സബുറത്തിൽ ബിത്തീഖിൻ്റെ ബത്തക്കൻ്റെ കൂമ്പാരത്തിന് മാറുമുണ്ട്. ബത്തക്കാരന ഉള്ളിൽ ഓരോന്നിൻ്റെയും
എന്താ ഒരു ഒന്ന് രണ്ട് വത്തൊക്കെ ഇങ്ങനെ കണ്ടാൽ പോരാ, ഉള്ളും പുറമൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്താണ് അറിയണം. ആ സൊബ്ര സുബ്രത്തിൽ വിത്തേഫി, ബത്തക്കൻ്റെ കൂമ്പാരം കൂട്ടം, റുമ്മാൻ്റെ കൂട്ടം, സഫർജലിൻ്റെ കൂട്ടം കേട്ടോ. സഫർജൽ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പുറം ഭാഗം ഇങ്ങനെ കാണുമ്പോൾ നല്ല സൈസാക്കി വെച്ചാണ്, ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ചോദിച്ചാൽ അതെന്താ ആയിക്കോണമെന്നില്ല, പുറം കണ്ടെഴുതി ഉള്ളിൽ അതേമാതിരി ആയിക്കോണമെന്നില്ല. അപ്പോൾ അതെന്താക്കേണ്ടി വരും, ഓരോന്ന് കാണേണ്ടി വരും. മറ്റേ സംഗതി എന്താ മതി, ആ പുറം ഒറ്റ മട്ടത്തിൽ ഇങ്ങനെ കണ്ടാൽ അത് മതി. ബിഖിലാബി സുബ്രത്തിൽ ബിത്തീഖിൻ്റെ കൂട്ടത്തിനിക്ക് മാറുകൊണ്ട് റുമാൻ്റെയും ഉമ്മാൻ ബത്തക്ക അതുപോലെ തന്നെ സഫർജൽ ഇഖ്തിലാഫൻ അതൊക്കെ എന്താവും, വ്യത്യാസമാകും. ഇഖ്തിലാഫൻ ബയ്യനം, വ്യക്തമായ വ്യത്യാസം ഉണ്ടാവും. അത് വ്യക്തമായ വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ഉള്ളും പുറം. തുബാഉ അദദൻ, അത് എണ്ണത്തിനാ വിൽക്കുക കേട്ടോ. അതിനെ എണ്ണത്തിനാണ് വിൽക്കപ്പെടുക. തുബാഉ ഇതുകളെ വിൽക്കപ്പെടും ചെയ്യും അദദൻ എണ്ണത്താൽ. ഫലാ ബുദ്ദ ഫീഹാ മിൻ റുഇയത്തി വാഹിദിൻ ഓരോന്ന് കാണല് കൂടാതെ കഴിയൂല ഈ പറഞ്ഞ സംഗതിയിൽ കേട്ടോ. അപ്പോൾ അതോ എന്താ പറയുക, പുറം കണ്ടാൽ പോരാ, മൊത്തം ഓരോന്നും കാണേണ്ടി വരും, മറ്റ് ചതിപ്പെടും. അപ്പോൾ കാഴ്ചനെ പറ്റി പറഞ്ഞു. കാഴ്ച പുറം കണ്ടാൽ മതി, ഉള്ളും പുറവും വ്യത്യാസമാവാത്തതാണെങ്കിൽ, ഉള്ളും പുറം വ്യത്യാസമാണെന്നാണെങ്കിൽ ഓരോന്നും കാണേണ്ടി വരും. മിസ്ലി ഉന്മോദജിൽ മുത്തമാസിലി, തുല്യമായ ഉന്മൂദജ് പോലെയും സാമ്പിളുകൾ പോലെയും കേട്ടോ. അതായത് നമ്മളൊരു വാരലിങ്ങനെ വാരിയാണ്ട് നോക്കുമ്പോൾ സാമ്പിള് ഇപ്പം പറഞ്ഞ മുകളിൽ പറഞ്ഞ മാതിരി തന്നെ ഒക്കെ ഒരേ മാതിരി ആകുന്നതിന് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞ അതേമാതിരി തന്നെ ഒരു വാരലൊരു പാത്രത്തിലുള്ള അത് മൊമീസിലെ ഉന്മൂദജിൻ സാമ്പിളുകൾ പോലെയും ഒരു മുത്തമാസിലായ തുല്യമായ ഓരോന്നും അതേമാതിരി തന്നെയായിരിക്കും. അതിന് മുത്തസാമിൽ അജിതായി ജുസുക്കളൊക്കെ എന്താണ് സമമാണ്, ഘടകങ്ങളൊക്കെ സമമാണ്. അങ്ങനത്തെ ഇതുപോലെയും അതേപോലെ ഹുബുകൾ വിത്തുകൾ പോലെ, അരി പോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അരി വിത്തുകൾ പോലെ. പിന്നെ റൊയ്യത്തുഹു ആ സാമ്പിൾ കാണല് തക്ഫിയൻ റൊയ്യത്തി ബാക്കി മബീനെ കാണുന്നതിനെ തൊട്ട് മതിയാകും. ആഗ്രഹങ്ങളോ വലിയ കൂമ്പാരത്തിന് വലിയ ഇതൊക്കെ പുറത്ത് കൂട്ടി വെച്ച സാധനം പുറം കണ്ടാൽ തന്നെ ഉള്ളിൽ മനസ്സിലാക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞ സാമ്പിളുകൾ. ആദ്യം പറഞ്ഞ ഞാൻ ഉദാഹരണം പറഞ്ഞത് പാത്രത്തിൽ കടയിൽ കയറിയാണ്ട് പാത്രത്തിൽ വെച്ചത് സാമ്പിളുകളാണ്. ഓരോ കുറേശ്ശെ ഒരു വാറിലിങ്ങനെ വെച്ചാണ് ഒരു പാത്രത്തിൽ വിത്തുകൾ, പിന്നെ അരികൾ ഒക്കെ. ഹുബൂബി ഫൈന റൊയ്യത്തുഹു, ഈ ഉന്മൂദന സാമ്പിളിനെ കാണല് തക്ഫി അൻ റൊയ്യത്തി ബാക്കിൽ മബി, മറ്റുള്ള മബീനെ കാണുന്നതിനെ തൊട്ട് മതിയാകും. ഫലാ ബുദ്ദ മിൻ ഇദ്ഖാലിഹി ഫിൽ ബൈ, അപ്പോൾ ഈ കണ്ട ഇതെന്താകും കൂടായ്യൂല, ഈ കണ്ടത് കച്ചവടത്തിൽ പടത്തിൽ കൂടായ്യൂല. അപ്പോൾ സാമ്പിളിനെ ആസാണ്ട് എടുത്ത് ആ ചാക്ക വാങ്ങണം, ആ ചാക്കുന്ന ഇപ്പോൾ സാമ്പിൾ ഗ്ലാസ് എടുത്തൊക്കെയാണെങ്കിൽ ആ ചാക്കിൽ അത് പെട്ട തന്നെയാണത്. അടുത്ത സാധനം വിറ്റയിൽ പെടും, ഒരു ചാക്ക് വാങ്ങിക്കല്ലേ. പരാബുദ്ധ കൂടാതെ യുലമിന്നിദ്ഖാലിഹി സാമ്പിൾ കടക്കല മേൽ ബൈ കച്ചവടത്തിൽ വഹുവ ബി ലമ്മിൽ ഹംസത്തി, ഹംസക്ക് ലമ്മുണ്ട്, ഉൻമൂദജ് മീമിന്. അപ്പം ലമ്മിൽ ഹംസത്തി വൽ മീമി കേട്ടോ, മീമിനും അപ്പം ഉന്മൂദജ് ഫതഹി ദാലി ഉന്മൂദ അൽ മുഅ്ജമതി പുള്ളില്ല ദാലിന് പത്തു, അപ്പോൾ ഉന്മൂദജ് ഇങ്ങനെയാണ്. ഔ കാന സുവാനൻ, അല്ലെങ്കിൽ സുവാനായി സിവാനൻ കേട്ടോ. ഔ കാന സിവാനൻ, അല്ലെ കാവൽക്കാരനായി കാക്കുന്നതായി. നമ്മൾ കാണുന്ന സാധനം എന്താണ്, പുറന്തോടാണ്, സുവാനാണ്. ഇപ്പം കടലിനൊക്കെ ചെറിയൊരു തോടുണ്ടാവും, വലിയ തോടുണ്ടാവും. ഈ ചെറിയ തോട് അത് പിന്നെ വറുത്ത കടലിൻ്റെ ഒരു തോടുണ്ടാവുമല്ലോ, അത് അതിനെ കാക്കുന്നതാണ്. അണ്ടിൻ്റെ പുറത്തുണ്ടാവും, അതുപോലെ തന്നെ കടലിൻ്റെ പുറത്തുണ്ടാവും. കസിരി സ്വാദിന് കസറുണ്ട് സിവാൻ ബിൽ ബാക്കിനെ കാക്കുന്നതാണ് ഹിൽക്കത്തിൽ, അതിൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണുള്ളത്. കിഷിരി റുമ്മാൻ്റെ തോട് പോലെ. റുമ്മാൻ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ചെറിയൊരു പൊതിഞ്ഞാണല്ലോ അല്ലേ.
വൽ ബൈളി കോഴിമുട്ടൻ്റെ തോട് അല്ലേ, കോഴിമുട്ടൻ്റെ തോട്, അതുപോലെ തന്നെ റുമ്മാൻ തോട്, ഇതൊക്കെ പോലെ. ഇതെന്താണ്? അതിൻ്റെ സുവാനാണ്. കോഴിമുട്ട ഉണ്ടാണെങ്കിൽ ഈ തോടില്ലാതെ എന്താവില്ല, സിവാനാണ്, അതിനെ കാക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടാൽ മതി. അപ്പോൾ ഈ തോട് കണ്ടാൽ മതി. ഈ തോട് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുക, കോഴിമുട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും ബിക്കസരി സ്വാദി ലിൽ ബാക്കി ലിൽ ബാക്കി ഖിൽഖത്തൻ, ബാക്കിയെ കാക്കുന്നതായി ഖിൽഖത്താൽ കേട്ടോ, അത് സൃഷ്ടിപ്പാൽ തന്നെ അതാണ്, അങ്ങനെയാണ് അതിൻ്റെ കടുപ്പ് കിടക്കുന്നത്. കിഷിർ റുമാൻ തോട്, വൽ ബൈദി കോഴിമുട്ടത്തോട്, വൽ കിഷ്റത്ത് സുഫലാലിൽ ജോസി വൽ ലൗസി, കടല അക്രോട്ടണ്ടി പോലത്തതിൻ്റെ ഒക്കെ ഉൾത്തൊലി ഉണ്ട്, ഉള്ളിലെ തൊലി, അതായത് കടലൊക്കെ നമ്മളെ ഉള്ളിലെ തൊലി. അതുപോലെ തന്നെ ജോസി അക്രോട്ടണ്ടിക്കും ഉണ്ടാവും. അക്രോട്ടണ്ടി കണ്ടില്ലേ, തലച്ചോറ് മാതിരിയാണ് ഈ സാധനം. വലിയൊരു തോടുണ്ടാവും, അത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ എന്താ തലച്ചോറ് ആകൃതിയിലുള്ളൊരു സാധനമാണ്. അതിൻ്റെ പുറത്ത് എന്തുണ്ടാവും? ഒരു തൊലി ഉണ്ടാവും. ആ തൊലി ഐ തക്ഫീർ ഉയ്യത്തുൽ കിഷിറിൽ മദ്കൂരി, ഈ പറഞ്ഞ തൊലി കണ്ടാൽ മതി കേട്ടോ അവിടെ. അപ്പം അങ്ങനത്തെ സിവാനാകുന്നിടത്ത് ആ കാണുന്ന തൊലി കണ്ടാൽ മതി. മറ്റൊടുത്ത് കൂമ്പാരാണെടുത്ത് ഉള്ളും പുറം വ്യത്യാസമാവില്ലെങ്കിൽ പുറം കണ്ടാൽ മതി, അല്ലെങ്കിൽ സാമ്പിളുകൾ കണ്ടാൽ മതി. ഔകാന സിവാൻ ബികസ്രി സ്വാദി വൽ ബാഖി ഖിൽഖതൻ കഖിശ്രി റുമാൻ വൽ ബൈളി വൽ കിശ്റത്തി സുഫലാ ലിൽ ജൗസി വൽ ലൗസി ഐ തക്ഫീർ റുയത്തുൽ കിശ്രിൽ മദ്കൂർ, ഈ പറഞ്ഞ തൊലി കണ്ടാൽ മതി. ലിഅന്ന സിലാഹുൽ ബാത്തിനി, ഉള്ളിൻ്റെ സിലാഹ് ഫീ ബക്കായ്, ഇതുണ്ടെങ്കിലേ അതിൻ്റെ ഉള്ളുണ്ടാവുള്ളൂ കേട്ടോ. ഉള്ളിൻ്റെ ബക്കായ് അതിൻ്റെ ഇത് ബാക്കിയായി തോല് ഇങ്ങോട്ട് ചീച്ചാൽ പിന്നെ കോഴിമുട്ടൊക്കെ തോട് പൊട്ടിച്ചു നോക്കിയാൽ അങ്ങനെ ആവും. അതിൻ്റെ ബക്കായ്, അതിൻ്റെ പപ്പാവിൻ്റെ സലാഹ് ഇതുകൊണ്ടാണ്. അത് ബാക്കിയാവണമെങ്കിൽ, അത് നന്നാവണമെങ്കിൽ എന്ത് വേണം? ഈ തോടവിടെ വെക്കണം അല്ലേ. അപ്പം എന്ന സലാഹുൽ ബാത്തിനി, ബാത്തിൻ്റെ സലാഹ്, അതിൻ്റെ ഉള്ളിൻ്റെ പിന്നെ ഈ തോലിൻ്റെ ഉള്ളിൻ്റെ സലാഹ് ഫീ ബുക്കായി, ആ തോല് ബാക്കിയാവുന്നതിലാണ്. ഫീഹി, അതുള്ളിലായിട്ട് ഈ തോല്, ഈ കിഷറിലായിട്ട് ഇതിൻ്റെ ഈ ഉള്ള് ബാക്കിയാവലാണ് കേട്ടോ. ഈ തോടിലായിട്ട് ഈ ഉള്ള് നിൽക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ സലാഹ് ഉണ്ടാവുള്ളൂ, മറ്റേ നാശം കേടുന്നു പോവും. അതുകൊണ്ട് ആ തോട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ കാരണമാണ് കണ്ടാൽ മതി എന്നുള്ളതിന് കാരണമാണ് പറയുന്നത്. അല്ലെ എന്ന സലാഹു ബാത്തിനി, അതിൻ്റെ ഉള്ളിൻ്റെ ആ തൊലിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ സിലാഹ്, അതിൻ്റെ നന്മ ഫീ ബുക്കായി, ആ ബാത്തിന് ബാക്കിയാവുന്നതിലാണ്. ഫീഹി, ഏലായിട്ട് ആ കിഷറിലായിട്ട് ഈ ബാത്തിനുള്ള എന്താണ് ബാക്കിയാവണം, അപ്പോഴേ ഇതിൻ്റെ സലാഹ് ഉണ്ടാവുള്ളൂ, അത് നന്നാവുള്ളൂ, നല്ല കോലത്തിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ തൊലി കണ്ടാൽ മതി. വൈലം യദുല്ല് ഹുവ അലൈഹി കേട്ടോ, ആ തോട് എന്താക്കണില്ല, ആ സാധനം ഉള്ളിൻ്റെ മേലെ അറിയിക്കണില്ല. ഉള്ളെങ്ങനെയാന്ന് ഈ തോടണ്ട അറിയൊന്നുമില്ല, എന്നാലും കണ്ടാൽ മതി കേട്ടോ. ഇപ്പോൾ കൗലുഹു ഔക്കാന ഇലാഖിരി, ഔക്കാന എന്ന് പറഞ്ഞ മുതൽ അതിൻ്റെ അവസാനം വരെ. ഔക്കാന സിവാനൻ എന്ന് പറഞ്ഞില്ലേ, സിവാനൻ ലിൽ ജൗദി വല്ലൗദി, സിവാനൻ ബികസ്രി ലിൽ ബാക്കി ഖിൽഖതൻ കകിശ്രി റുമാനി വൽ ബൈളി വൽ കിശ്രി സുഫല, അത് അതിൻ്റെ അവസാനം വരെ. വഖൗലുഹു കൽ മുഹറരി, കൗലാകുന്നത് പിന്നെ അലൈഹി ഫഖൗലു ഔകാന ഇലാ ഖസീമു ഖൗലിഹി ഇൻദല്ല ഇലാ ആഖിരിൻ്റെ ഖസീം തന്നെ, അതിൻ്റെ ഒരു ഓഹരി തന്നെയാണിത്, ഈ പെട്ട തന്നെയാണിത്. ഇത് ഇൻദല്ല അലാ ആഖിരി എന്ന് പറഞ്ഞു അവിടെ. തക്ബീർ പിന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്തല്ല എന്ന് പറഞ്ഞില്ല. ഇന്തല്ല ഇലാഖരി വഖൗലു കൽ മുഹറരി തക്ബീർ ഇന്തല്ല മുകളിൽ പറഞ്ഞല്ലോ അല്ലേ. തക്ബീർ ബഅദൽ മബൂഇ ഇന്തല്ല അലാ ബാക്കി കലാഹിരി സുബ്രത്തി.
ഇന്ദല്ലാലാവാക്കി തന്നെയാണ് അതിൻ്റെ ആ ഒരു കിസ്മ തന്നെയാണ് ഇത്, കൊസീം തന്നെയാണ് ഇത് ഈ ആദ്യം പറഞ്ഞത് ഔക്കാന മുതൽ പറഞ്ഞത് ആ മുകളിൽ പറഞ്ഞതിൻ്റെ അതിൻ്റെ കസീമാണ്. കൗലൂക്കൽ മുഹറരി, മുഹറിൻ്റെ മാതിരി തന്നെ പിന്നെ മുസന്നിഫിൻ്റെ കൗല് ഖിൽക്കത്തൻ എന്ന് കൂട്ടി കൊടുത്തില്ല ഇപ്പോൾ ഇവിടെ അല്ലേ? ഔക്കാന സിവാനല്ലിൽ ബാക്കി ഖിൽക്കത്തൻ എന്ന് പറഞ്ഞാൽ ആ ഖിൽക്കത്തൻ എന്നുള്ള വാക്ക് മുഹറിൽ നോക്കിയാലും കാണാതെ ഖിൽക്കത്ത് മുഹറമാരി തന്നെ മുസന്നിഫിൻ്റെ കൗല് ഖിൽക്കത്തൻ എന്നുള്ളത് മസീദാണ്. അല റോദത്തി റോദയെ നോക്കിയാൽ കാണൂല, റോദനക്കാണ് എന്താണ് കൂട്ടിയതാണ്. വാസിലി ആസിൽ റോദനക്കാണ് ഹുവ സിഫത്തുൻ, അതൊരു സിഫത്താണ് ഇത് ഖിൽക്കത്ത് എന്നുള്ളത്. എന്തിനാ സിഫത്ത്? എന്ത് സിഫത്താണ്? ലി ബയാനിൽ വാക്ക് സംഭവം വിവരിക്കാൻ വേണ്ടി, ഫിൽ അംസലത്തിൽ മദ്കൂറ ഈ പറഞ്ഞുകൊടുത്തുള്ള അവസ്ഥ വിവരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താണ് സിഫത്താണ്. അപ്പോൾ സിഫത്തുൽ ബയാനിൽ വാക്കി ഫിൽ അംസലത്തിൽ മദ്കൂറ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ വനവ്യാത് പോലത്തെയിലും അവ ഖിൽക്കത്തിലുള്ള അതായത് സൃഷ്ടിപ്പ് തന്നെ ഉള്ളതായ ആ സാധനം അത് അതിൻ്റെ ആ അവസ്ഥ എന്താക്കിയാണ് വിവരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊടുത്തതാണ്. വഖദ് യഹ്തറതു ബിഹി, ഇതുകൊണ്ട് ഇത്രാസ് ചെയ്യും അൻ ജിൽദിൽ കിതാബി, കിതാബിന്റെ ജിൽദിനെ തൊട്ട്. അപ്പൊ കിതാബിന്റെ ജിൽദ് എന്താണ്? ഖിൽക്കത്തിലുള്ളതല്ല, പിന്നെ വെച്ചു കൊടുക്കണമല്ലേ, ഖിൽക്കത്തിലുണ്ടതാവില്ല. കിതാബിന്റെ ജിൽദ്, അപ്പൊ അത് കണ്ടാൽ മതിയാവില്ല. അൻ ജിൽദിൽ കിതാബിയാണ് അബി അതുപോലെ തോന്നും. വഹ്തറസ ബി വസ്ഫിൽ കിഷ്റത്തി ബി സുഫല, പിന്നെ കിഷ്റത്തിക്ക് സുഫല എന്ന് നമ്മൾ എന്താക്കി വസ്ഫ് പറഞ്ഞല്ലോ, അതുകൊണ്ട് സൂക്ഷിച്ചത് എന്തിനു തൊട്ടാൽ ഈ മാതുക്കിറ, ഈ മാതുക്കിറക്കുള്ള സുഫലയായ കിഷറിന് നമ്മൾ പറഞ്ഞല്ലോ. മാതുക്കിറ ജോസ് ലോസ് പോലത്തെ വഹിയല്ലെത്തി തക്സുറു ഹാലത്തിൽ അക്കിലി, തിന്നുമ്പോൾ പൊട്ടിച്ചണതാണ്, തിന്നുമ്പോൾ പൊളിച്ചണതാണ്. അതുകൊണ്ട് പിന്നെ ഇഹ്തിറാദ് ചെയ്ത് എന്തിനാണ്? ഈ സുഫല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇഹ്തിറാദ് എന്തിനെ തൊട്ടാണ്? ഈ സുഫലയായത് പറഞ്ഞത് വഹിയല്ലെത്തി തക്സുറു ഹാലത്തിൽ അക്കിലി, തിന്നുന്ന നേരത്ത് പൊട്ടിച്ചണ സാധനമാണ് അല്ലേ? അതുകൊണ്ട് പൊളിച്ചെടുക്കുന്ന കടലേക്ക് അങ്ങനെ പൊടിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ തിന്നുന്ന നേരത്ത് പൊട്ടിച്ചിരുന്ന സാധനമാണ്. ആ ചെറിയ ഈ സുഫല എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കി ഇതാക്കി ഇത്രാസ് ചെയ്തു. അനിലില്ല മേലെ തൊലി, മുകളിലെ തൊലി. ഇപ്പൊ കടലക്കൊക്കെ മുകൾ തൊലി ഉണ്ടാവുമല്ലോ, ജോതിന് അക്രോട്ടാണ്ടിക്ക് ഉണ്ടാവും ഒരു മുകളിലൊരു തൊട്, അത് കണ്ടാൽ മതിയാവില്ല. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല അത് കണ്ടാൽ കേട്ടോ. അപ്പം അതിനെ തൊട്ട് ഇത്രാസ് ചെയ്താണ് സുഫ്ലി ആയത് എന്നുള്ളത്, സുഫല എന്ന് കൈ കൊടുത്തത്. അനിലില്ല പല തക്ഫീറുയ്യത്ത് അത് വല്യനെ കണ്ടാൽ മതിയാവില്ല. പല യസിഫു ബൈഹു ഫിഹ, അപ്പൊ ആ ഇതിലായിട്ട് ആ വലിയയിലായിട്ട് അതിനെ വിറ്റാൽ സയ്യാവൂല. കമാസിയത്തി ഫി ബാബി ബൈൽ ഉസൂലി വസിമാർ എന്ന പാഠം വരുന്നുണ്ട്. ആ പാഠത്തിന് ശേഷം വരുന്നുണ്ട് ഇങ്ങനെ ആ പഴം അതിൻ്റെ ആ കൂട്ടിലായിട്ട് ചിലപ്പോൾ എന്താണ് നഷ്ടപ്പെടാം. തേങ്ങയൊക്കെ ഇപ്പം അങ്ങനെ പ്രശ്നം വരും. തേങ്ങൻ്റെ ചകിരിയോട് കൂടെ വെക്കുമ്പോൾ ഉള്ളിലാ തോട് എന്താക്കേണ്ട അതിൻ്റെ സുവാനാണ്, ഉള്ളിൽ തേങ്ങ ചിരട്ട പോലത്തതൊക്കെ ഒളിച്ചു നോക്കുമ്പോൾ ഉള്ളു പൊട്ടി കാണും. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തേങ്ങയിൽ തന്നെ വരുന്ന സംഗതിയാണല്ലോ. അങ്ങനെ കൊടുത്താൽ എന്താവില്ല, കച്ചവടം ചെയ്യാവില്ല എന്നാണ്. കമാസയത്തി ഫി ബാബി ബൈൽ ഉസൂലി വസിമാർ. ഇസ്തിതാരി മറച്ചതിന് വേണ്ടി ബിമാ ഒന്നുകൊണ്ട് ലൈസമിൻ മസലത്ത്, എൻ്റെ മസലത്തിൽപ്പെട്ട തേങ്ങ ഇപ്പോൾ നിൽക്കണമെങ്കിൽ എന്താ മതി, ആ ചേരി വേണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ അതും മസലത്തിന് വേണ്ടി കുറച്ച് പിന്നെന്താ മറച്ചതാണ്, അതുകൊണ്ട് അത് കണ്ടാൽ മതിയാവില്ല. ലിസ്തിതാരിഹി ബിമാ ലൈസമിൻ മസ്ലഹത്തിഹി, എൻ്റെ മസ്ലഹത്തിൽ പെട്ടല്ലാത്തൊന്നുണ്ട്, മസ്ലഹത്തിൽ പെട്ടല്ലാത്തോണ്ട് മറച്ചതിന് വേണ്ടി അതെന്താ കണ്ടാൽ മതിയാവില്ല. വൽ ഖഷ്കിനാൻ, ഖഷ്കിനാൻ എന്ന് പറഞ്ഞ സാധനം തക്ഫീർ ഉയ്യത്തു ലാഹിരി, എൻ്റെ ലാഹിര് കണ്ടാൽ മതി. കമാദക്കറഹു ഫി ശറൽ മദ്ഹബി, മുസന്നിഫിൻ്റെ ശറൽ മദ്ഹബിൽ പറഞ്ഞ പോലെ. ചിലപ്പോൾ ഈ റുക്കാക്കൊണ്ടൊക്കെ ഉണ്ടാക്കണ മാതിരി, എന്തെങ്കിലും നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കണ മാതിരി ഒരു സാധനം ഒരു പൊടി കൊണ്ടൊക്കെ കുഴച്ചുണ്ടാക്കിയിട്ട് നല്ല റുക്കാക്ക് പറഞ്ഞപ്പോൾ മൈദ ഇങ്ങനെ നേർമയിലുണ്ടാക്കിയ ഒരു സാധനമാണല്ലോ, അതിൽ പുതിയതാണല്ലോ ഇതൊക്കെ സമൂസ പോലത്തെ സംഗതികളൊക്കെ. അതേപോലെ ഇതെന്താ അങ്ങനത്തെ സമൂസ പോലത്തെ സാധനമാണ്. എന്തെങ്കിലും അണ്ടിയും പഞ്ചാരിയും ഇതൊക്കെ ഇട്ടുണ്ട്, അണ്ടി പരിപ്പൊക്കെ ഇട്ടിട്ട് ഉള്ള സാധനമാണ് ഖഷ്കിനാൻ എന്ന് പറയുന്നത്. അത് അതിൻ്റെ പുറങ്ങനെ ഉണ്ടാൽ മതി, ഉള്ളൊക്കെ എന്താ ഉള്ള എന്തൊക്കെയാന്ന് കാണേണ്ട ആവശ്യമില്ല.
റുയ്യത്ത് ലാഹിരിൻ്റെ ലാഹിർ കണ്ടാൽ മതി. കമാദക്റഹു ഫി ഷറഹ് മദ്ഹബി മുസന്നിഫ് ഷറഹ് മദ്ഹബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാംസലത്തിൽ സിവാനിൽ മദ്കൂറ, ഈ പറയപ്പെട്ട സിവാന്റെ ഉദാഹരണത്തിന്റെ കൂട്ടത്തിൽ കഷ്കിഖാനും എന്താക്കിയിട്ടുണ്ട്, കഷ്കിഖാനെ ആര് പറഞ്ഞിട്ടുണ്ട്, മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഷറഹ് മദ്ഹബില്. വൽ ഫുക്കാഴു, ഫുക്കാഴു അതൊരു സാധനമാണ്, ഒരു വെള്ളം, ഒരു അത്ര പോലത്തെ അങ്ങനെ ഒരു സാധനം. ആ കുപ്പിയോടൊക്കെ കുപ്പിയിലാവുമ്പോഴേ അതിൻ്റെ സലാഹം ഉണ്ടാവുക. അത് പൊട്ടിച്ചൊക്കെ എന്താക്കാൻ പറ്റില്ല, പൊട്ടിച്ചുള്ളൊന്നും കാണാനേ, അത് തൊട്ടാലൊക്കെ പുളിച്ചിലങ്ങനെ പല കോലത്തിലൊക്കെ ആയി വരും. അപ്പോൾ ആ സാധനം അത് അങ്ങനെ പുറങ്ങനെ കണ്ടാൽ മതി. അൽ അബാദി പറഞ്ഞു ബി ഫത്തിഹി റസിൽ കൂസി കേട്ടോ, യഫ്തഹു തുറക്കും, റസുൽ കൂതി കൂതിൻ്റെ തല, ഇപ്പൊ എന്തൊരു മിന്നു അതിന് കാണും. ആ റസ് ഇങ്ങനെ തുറന്നാണ്ട് ബി കതിരിൽ ഇംഖാന് കേട്ടോ, സാധ്യമാകുന്ന കതിരനുസരിച്ച് ഇങ്ങനെ പറ്റും. ഈ ഫുക്കാവ് പോലത്തതൊക്കെ അതൊരു വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു സാധനമാണ്. പെരുന്നാൾക്കൊക്കെ പ്രത്യേക ഇതിലൊക്കെ എന്താണ് വിതരണം ചെയ്യുന്ന ഒരു അത്ര പോലത്തെ ഒരു സാധനമാണ് ഫുക്കാവ്. അതിൻ്റെ തല അങ്ങനെ തുറന്നു നോക്കിയിട്ട് കൂസിൻ്റെ തല ഓർക്കുക, എന്നിട്ട് അതിന് എന്താ കാണും, ഒരു ചാൻസ്, ഒരു അത്രയൊക്കെ സാമ്പിൾ കൊടുക്കണില്ലേ എന്താ മാതിരി. അത് മൊത്തത്തിൽ കുപ്പി കണ്ടാൽ മതി. വാത്തലക്കൽ വസാലി ഫിൽ ഇഹിയായി, പിന്നെ വസാലി പറഞ്ഞിട്ടുണ്ട് ഇഹിയയില് മുസാമഹത്ത് ബി, അതുകൊണ്ടൊക്കെ മുസാമഹത്താണ്, പൊറുക്കപ്പെടും ഈ ഇത് കാണലുകൊണ്ട്. കാലഫിർ റൗലത്തി, റൗലയിൽ പറഞ്ഞു വൈരിയ റൗലല്ലാത്തതിലും അൽ അസഹു, അസഹുള്ളത് കൗലുൽ വസാലി, വസാലിന്റെ കൗലാണ്. ലന്ന ബക്കാവു ഫിൽ കൂസി മിൻ മസ്ലഹത്തി, കൂസിലാതെ ആകുക എന്നുള്ള, കുഫായ എന്നുള്ള സാധനം കൂസിലാകുക എന്നുള്ള, കുജിയിലാകുക എന്നുള്ളത് എന്താണ്, അതിന് മസ്ലഹത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ കാണൊരു പരിധി എന്താ ഇത് കണ്ടാൽ മതി കേട്ടോ. മുസാമത്ത് റൊയ്യത്ത് കുല്ലി ഷൈഇൻ ഗൈറ മാ ദുക്കിറ അലാ മാ യലീഖു ബിഹി കേട്ടോ. എല്ലാ വസ്തുവിൻ്റെയും കാഴ്ചയെ പരിഗണിക്കപ്പെടും, ഈ മേല് പറഞ്ഞതല്ലാത്തത്. മേല് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അതല്ലാത്ത മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇതിൻ്റെ കാഴ്ചയെ പരിഗണിക്കപ്പെടും അലാമായലേക്ക്, അതിനോട് യോജിക്കുന്ന ഒരു കോലത്തിൽ കാഴ്ച. ഓരോന്നും മറ്റുള്ള സാധനങ്ങളൊക്കെ അതിനോട് യോജിക്കുന്ന ഒരു കാഴ്ച കാണണം. അപ്പോൾ തഴുത്തബുർ പരിഗണിക്കും റൊയ്യത്ത് കുല്ലി ഷൈഇൻ ഗൈറ മാ ദുക്കിറ, മേളിൽ പറഞ്ഞതല്ലാത്ത മറ്റെല്ലാ വസ്തുവിൻ്റെയും കാഴ്ച അലമായലിക്കും അതിനോട് യോജിക്കുന്ന വിധത്തിൽ. പഴയത്തബുർ ഫീൽ ദാരി, വീട്ടിൽ പരിഗണിക്കപ്പെടും റൊയ്യത്തുൽ ബുയൂത്തി, അതിൻ്റെ റൂം കാണണം, തട്ട് കാണണം, പിന്നെ സഖഫ് കാണണം, തട്ട് കാണണം, ജിദാർ ചുമര്, ഹമ്മാമ്, അതിൻ്റെ ചാല്, ചാല്, ഇങ്ങനത്തെ സംഗതികളൊക്കെ കാണണം. വീടെടുക്കുമ്പോൾ വീട് മൊത്തത്തിൽ ഇങ്ങനെ ഒറ്റ നോട്ടം റോട്ടിൽ നിന്ന് നോക്കിയാൽ പോരാ, പോയിട്ട് എന്താ കാണണം, അതിൻ്റെ റൂമുകൾ കാണണം, പിന്നെ അതിൻ്റെ തട്ട് മേൽക്കൂര കാണണം, പിന്നെ തട്ടുകൾ കാണണം, പിന്നെ തട്ടൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ ചുമര് കാണണം, ഹമ്മാമ് കാണണം അല്ലേ, അതിൻ്റെ കക്കൂസും അതിൻ്റെ കാര്യങ്ങളൊക്കെ, വല്ലുവാത്ത അതിൻ്റെ വേസ്റ്റ് പോകുന്ന സ്ഥലം, ഇങ്ങനത്തെ സംഗതികളൊക്കെ എന്താണ് കാണാം, വേസ്റ്റ് പോകണ്ടോ ഇല്ലേ, എങ്ങനത്തതാണ് എന്നുള്ള സംഗതികളൊക്കെ എന്താണ് കാണാം വീട് എടുക്കുമ്പോൾ. അഫിൽ ബുസ്താനി, തോട്ടത്തിൽ റുയ്യത്തിൽ അശ്ശാരി, മരം കാണണം, ജുദറാനിൻ്റെ മതില് കാണണം, പിന്നെ മസായിലുമായി വെള്ളം വരുന്ന സ്ഥലം കാണണം. അഫിൽ ഇങ്ങനെയൊക്കെ വേണം, ആ തോട്ടത്തിൻ്റെ ആവശ്യമായ എല്ലാ സംഗതിയും കാണണം, അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ള അങ്ങനെയൊക്കെ കാണണം തോട്ടാകുമ്പോൾ. ഒഫിൽ അബദി, അടിമനെ വാങ്ങാണെ റുയ്യത്തുൽ വജ്, മുഖം കാണണം, അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണണം, കയ്യും കാലിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്നൊക്കെ, അത്ര ഭാഗങ്ങൾ ഒക്കെ ആ ബാക്കിൽ ബദനി, മറ്റ് ദേഹങ്ങളൊക്കെ കാണണം, വയറിൽ അവറത്തല്ലാത്തതൊക്കെ കാണണം, അടിമയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയണ്ടേ. ഫില്ല സഹിയ സഹാഭിപ്രായത്തിൽ വല്ല അമത്തുക്കല്ല അബദി, അമത്ത് അടിമ പോലെ തന്നെയാണ്. വക്കീല യക്ഫി പിയ റുയ്യത്ത് മാ യദ്ഹറു ഇൻദൽ ഖിദ്മത്തി, ജോലി ചെയ്യുമ്പോൾ വെളിവാണ് കണ്ടാൽ മതി അടിമയിൽ എന്നൊരു കീല. ഈ അസഹായപ്രകാരം അവറത്തല്ലാത്തൊക്കെ എന്താണ് കാണണം. മായു ഇന്ദൽ ഖിദ്മത്തി, ഖിദ്മത്ത്, അപ്പം ഖിദ്മത്തിന്റെ അവസരത്തിൽ വെളിവാകുന്ന ഒന്ന് കണ്ടാൽ മതിയാവുന്നതാണ് കേട്ടോ. എക്ഫീബിയ അവളിൽ മതി റുയ്യത്തു മായു ഇന്ദൽ ഖിദ്മത്തി. വഫി ദാബത്തി, മൃഗത്തിൽ റുയ്യത്ത് മുഖദ്ദിന്റെ മുഖം കാണണം, പിന്ന് കാണണം, മുന്ന് കാണണം, പിന്ന് കാണണം കേട്ടോ. റുയ്യത്ത് മുഖദ്ദിമ, അതിന്റെ മുന്ന്, മുഅഖിർ പിന്നെ, അതിൻ്റെ കാലുകൾ, ഖവായിമ്,
അതിൻ്റെ പുറം ഇതൊക്കെ കാണും. ഫിസോബി വസ്ത്രത്തിൽ ദീപാജി പട്ടുവസ്ത്രത്തിൽ അത് മുനക്തിസ് നക്സ്, അതായത് കൊത്തുപണികളൊക്കെ നടത്തിയ എന്താണ് അടയാളം കുറേ എംബ്രോയിഡ് ഒക്കെ വർക്കിംഗ് ഒക്കെ നടന്നതാണെങ്കിൽ അതിൻ്റെ റൊയ്യത്ത് വജഹി ഈ രണ്ട് ഭാഗവും കാണണം. ഒക്കെ അതിൽ ബിസാദു വിരിപ്പൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാം മൊത്തം എല്ലാ ഭാഗത്തും നിന്ന് എടുത്തു നോക്കണം. അതിൽ ഗർഭാസും ഇങ്ങനെ തന്നെ. ഗർഭാസിൻ്റെ നല്ല വരയുള്ള പട്ടല്ലാത്ത മറ്റേ പഞ്ഞി വസ്ത്രം, പരുത്തി വസ്ത്രം. റുയ്യത്ത് അഴതി വജേഹി, ഗർഭാസിലൊക്കെ രണ്ടാലൊരു ഭാഗം കണ്ടാൽ മതി. ഒക്കയില റുയ്യത്ത് മതി, കീലുണ്ട് രണ്ടെല്ലാം കാണണം, മൊത്തം കാണണം. ഒഫിൽ കുത്തുബി കിതാബുകളിലും വൽ വറക്കിൽ വയാളി വെളുത്ത വർക്കുകളിലും കേട്ടോ, കടലാസുകളിലും മുസാഫിലും ഒക്കെ റുയ്യത്ത് ജമീല്ല എല്ലാ വർക്കും മറിച്ച് വെക്കണം മുസാഫൊക്കെ ആകുമ്പോൾ. വല്ലസഹു അസഹുള്ളത് അന്ന വസ്ഫുഹു, ഒരു വസ്തുവിനെ വസ്ഫു അറിയും, രണ്ടായിട്ട് വിശേഷണം പറയില്ല. ഷീൽ വസ്തുവിൻ്റെ അല്ലാതെ യുറാദ് ബൈ വിൽക്കാൻ കരുതി അങ്ങനത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ബിസിബത്തി സലമിൻ്റെ സിബത്ത് പറഞ്ഞ മാതിരി സലമിലെ ഇങ്ങനെ കച്ചവടത്തിൽ അതിൻ്റെ വസ്തുക്കളുടെ വിശേഷം പറഞ്ഞാൽ മതിയല്ലോ, സാധനം ഇവിടെ മുന്നിലുണ്ടാവില്ലോ. അപ്പോൾ വിശേഷം പറഞ്ഞിട്ടുള്ള വിൽക്കൽ ലായിക്ഫി മതിയാകൂല. അപ്പോൾ സലമ പറഞ്ഞാൽ വിശേഷം അങ്ങനത്താന്ന് പറഞ്ഞാൽ സാധനം കാണുന്നെ വേണം കേട്ടോ, ലായിക്ഫി മതിയാവൂല. റുയ്യത്തി കാഴ്ചന് തൊട്ടത് മതിയാവൂല. സാനിക്കാർ പറഞ്ഞ യക്ഫി മദീന ഒരാ ഖിയാറിൽ മുസ്തരി എന്താ റുയ്യത്തി കാണുന്ന നേരത്തെ ഇനിയിപ്പോൾ മുസ്തരിക്ക് എന്താൻ പറ്റൂല, ഖിയാർ കൊടുക്കൂല. അപ്പം ആ വസ്ഫിനെ ഓൺ എടുത്താൽ ഇനി കണ്ടപ്പോൾ എന്താണ് വസ്ഫ് പറഞ്ഞ മാതിരി ഒന്നും അല്ലെങ്കിൽ അത് ഖിയാറില്ല സാനിക്കാർ. എന്താ റുയ്യത്തി ലിയന്നഹു യുഫീദുൽ മാരിഫത്തൊക്കെ റുയ്യത്തി ആണോ, ലിയന്നഹു യുഫീദ് മാരിഫ അറിവിനെ പായതപ്പിക്കും കാണുന്ന മാതിരി തന്നെ കേട്ടോ. ഈ വസ്ഫ് പറഞ്ഞാൽ അറിയുന്ന മാതിരി തന്നെയാണ് കണ്ടാലും ഉണ്ടാകുക. അതുകൊണ്ട് കണ്ടാലെന്തില്ല, വസ്ഫ് പറഞ്ഞെടുത്താൽ കണ്ടാൽ ഇന്നവനെന്താ ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റില്ല, കച്ചവടം ചെയ്യാൻ പറ്റില്ല. ബിഅന്ന റുയ്യത്ത് തുഫീദു മാ ലാ തുഫീദുൽ ഇബാറത്തു കേട്ടോ. വദുഫി അതിന് മറുപടി കൊടുത്തു. ബിഅന്ന റുയ്യത്ത് കാഴ്ച എന്നുള്ള തുഫീദു മാ ലാ തുഫീദുൽ ഇബാറത്ത്, പറച്ചില് അറിയാത്തൊന്ന് എന്താവും ഒന്നിനെ പോയതപ്പിക്കും കേട്ടോ. പറച്ചില് പറഞ്ഞ് അറിയണ മാതിരി ആവൂല ഏത് കണ്ടറിവ് എന്നതിന് മറുപടിയും കൊടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.